റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്ത ആഴ്ച റഷ്യ സന്ദർശിക്കും. മോദി നിർദ്ദേശിച്ച സമാന പദ്ധതി ചർച്ചയാകും. മോദിയുടെ മധ്യസ്ഥ പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകാനായി എസ് നന്ദഗോപനും ഒപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസിനും ചെയ്യുന്നു. ആദ്യം ഐസനിലേക്കാണ് പോകുന്നത്. ഐസൻ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിൽ വരെ വലിയൊരു പ്രതിസന്ധി നേരിട്ട ഒരു സംഭവമായിരുന്നു. അവിടേക്ക് പോകുവാൻ പോലും ഒരു രാജ്യപ്രതിനിധികളും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെയും തലവന്മാർ പോയിട്ടില്ലായിരുന്നു. അവിടെയും നമ്മൾ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ആദ്യം റഷ്യയിൽ, അതിനുശേഷം ഉക്രൈനിലും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോദിയുടെ നിർദ്ദേശപ്രകാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പോകുന്നു. ഭാരതം വീണ്ടും ഈ നയതന്ത്ര തലത്തിലെ മെച്ചം അതിനേക്കാൾ ഉപരി സമാധാന ദൂതനാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി തന്നെയല്ലേ നമുക്കിവിടെ പറയേണ്ടത്. തീർച്ചയായും രജനി, ഭാരതം ഒരു സമാധാന ദൗത്യം, അതായത് മേഖലയിലെ അതീവ ഗൗരവതരമായ ഒരു വിഷയത്തിൽ ഒരു സമാധാന ദൂതനായി ഭാരതം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അജിത് ഡോവൽ എത്തുന്നു. അവിടെ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ വിവരങ്ങൾ, അതായത് ഏത് തരത്തിലുള്ള യുദ്ധവും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്, അതിന്റെ സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുകയും അത് പരസ്പരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭാരതത്തിന്റെ സർക്കാരിനും അതുപോലെ തന്നെ തിരിച്ചും വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ഒരു പരിശോധനയായിരിക്കും ഇപ്പോൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ച് ഒന്നര മാസത്തെ ഇടവേളയിൽ യുക്രൈനും സന്ദർശിക്കുകയുണ്ടായി. റഷ്യ സന്ദർശിച്ച വേളയിൽ തന്നെ യുക്രൈൻ കാര്യമായൊരു പ്രതിഷേധം ഉയർത്തിയെങ്കിൽ കൂടി യുക്രൈനിൽ വലിയൊരു സ്വീകരണം പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ യുക്രൈനും റഷ്യയും സന്ദർശിച്ച ചെറിയൊരു ഇടവേളയിൽ, 45 ദിവസത്തെ ഇടവേളയിൽ രണ്ട് രാജ്യങ്ങളും സന്ദർശിച്ചതോടെ തന്നെ അന്താരാഷ്ട്ര സമൂഹം, അതായത് UN ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടാൻ ഭാരതത്തിന് സാധിക്കുമെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് വ്ളാഡിമിർ പുടിൻ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു സമാധാന ദൗത്യത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കിടയിലും ഒരു മെസഞ്ചർ ആവാനുള്ള സാധ്യത ഉയർന്നു വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ അതുപോലെ തന്നെ റഷ്യ ഈ പരസ്പരം കാലങ്ങളായി നിൽക്കുന്ന, ഏതാണ്ട് 2 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഈ യുദ്ധത്തിന് ഒരു ശാശ്വത സമാധാനം ഉണ്ടാക്കേണ്ടത് അനിവാര്യതയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. മാത്രമല്ല, റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണ ഭാരതം നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, അമേരിക്കയുടെ ഉപരോധം വന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ എണ്ണ വാങ്ങുകയും ആ എണ്ണ മുഴുവൻ ഭാരതം മറ്റു രീതികളിൽ അത് വ്യയം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പിന്തുണ, റഷ്യക്ക് എണ്ണ വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു ധൈര്യം കാണിക്കുകയും വലിയ തോതിൽ അത് മാർക്കറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ റഷ്യയുടെ റഷ്യക്ക് സാമ്പത്തികമായ ഒരു പിന്തുണ നൽകാനും സാധിച്ചിരുന്നു. അതുപോലെ തന്നെ യുക്രൈന്റെ വിഷയത്തിൽ ഞാൻ സമാധാന ദൂതനാണ്, ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് വളരെ കൃത്യമായി പറയുകയും സമാധാനം നടപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് യുക്രൈൻ സന്ദർശന വേളയിൽ വ്യക്തമാക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടുകളും എല്ലാം കൂടി പരിശോധിക്കുമ്പോഴാണ് ഭാരതത്തിന്റെ സമാധാന ദൗത്യം ഏറ്റെടുക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗത്തിന് ഏറെ ശക്തി വർദ്ധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യൂറോപ്പ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ചേർന്നുള്ള റോഡ് പാത ഉൾപ്പെടെയുള്ള വലിയ വികസന പദ്ധതികൾ മുന്നിൽ കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തർക്കം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആ മേഖലയിൽ തന്നെ നിലനിൽക്കുന്നത് അതീവ സങ്കീർണമായ പ്രശ്നങ്ങൾ ലോകത്തിനാകമാനം ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഭാരതം മുന്നിട്ടിറങ്ങുന്നത്. ഇവിടെ ഇന്നലെ ഈ ജോർജിയ മെലോനി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബുള്ളറ്റിൻ നമ്മൾ കൊടുത്തതാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ, ഭാരതത്തിന്റെ ഇടപെടലുകൾ നിർണായകമാണെന്ന്. അപ്പോൾ ലോകങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കാണ്. ഈ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിവുള്ള ഒരേ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരേ ഒരു രാഷ്ട്രത്തലവൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. തീർച്ചയായും അത്തരത്തിലൊരു നിഗമനം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത് എന്നതാണ് ഏറെ പ്രശംസനീയമായ ഒരു കാര്യം. നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര തലത്തിൽ വലിയ പിന്തുണ ഈ റഷ്യയുടെ സന്ദർശനത്തിന്റെയും യുക്രൈൻ സന്ദർശനത്തിനും പുറകെ ഉണ്ടായി. അതായത് അന്റോണിയോ ഗുട്ടറസ് തന്നെ, അതായത് UN സെക്രട്ടറി ജനറൽ തന്നെ ഇക്കാര്യത്തിൽ ഭാരതത്തിന് നിർണായകമായ പങ്ക് വഹിക്കാനാകുമെന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായും രാജ്യങ്ങൾക്കും സ്വീകാര്യനായ മറ്റൊരു രാജ്യം എന്ന ഒരു മധ്യസ്ഥമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാവുന്നതാണ്, ഈ ഭാരതത്തിന്റെ ഈ അന്തർവാഹിനികളിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളെല്ലാം വന്നിരുന്നത് യുക്രൈനിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മളുടെ സൈനിക സഹകരണത്തിന്റെ ഭാഗമായുള്ള മിഗ് വിമാനങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നാണ് മിഗ് വിമാനങ്ങൾ എത്തിയത്. ഇന്ത്യയുടെ വ്യാവസായിക വിപ്ലവത്തിന്, അടിസ്ഥാന വ്യവസായ രംഗത്തെ മുന്നേറ്റത്തിന് വേണ്ടി
അതുപോലുള്ള റെയിൽവേ വികസനത്തിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രധാനമായും റഷ്യയിൽ നിന്നാണ് എത്തിയത്. അത്തരത്തിൽ ഇരു രാജ്യങ്ങളും യുക്രൈനും നേരത്തെ 92 മുൻപ്, അതായത് USSR വിഘടിക്കുന്നതിന് മുമ്പ് ഒരു രാജ്യമായിരുന്നുവെങ്കിൽ കൂടി ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള റിസോഴ്സസ് വളരെ പ്രയോജനപ്പെടുത്തിയിരുന്നു ഭാരതം എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിരവധി മെഡിക്കൽ ഗ്രാജുവേറ്റുകൾ ഉൾപ്പെടെ പോലും ഭാരതത്തിന് സംഭാവന ചെയ്ത മോസ്കോയിൽ നിന്നുള്ള മെഡിക്കൽ ഗ്രാജുവേറ്റുകൾ ധാരാളമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുപോലുള്ള നിരവധി ഇനങ്ങളിൽ സഹകരണമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കാലങ്ങളായുള്ള ഒരു സൗഹൃദം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതത്തിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കുമെന്ന ബോധ്യത്തിൽ ലോകം എത്തിച്ചേർന്നതും ഇത്തരമൊരു നീക്കത്തിന് കാര്യക്ഷമമായ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതും ഈ ഏറ്റവും എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വെറും 45 ദിവസത്തെ ഇടവേളയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിച്ചത്. ആദ്യം റഷ്യ സന്ദർശിക്കുന്നു, 45-ാം ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ യുക്രൈനും സന്ദർശിക്കുന്നു. അത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും പെട്ടെന്ന് സന്ദർശിക്കാൻ സാധിക്കുക കൂടി ചെയ്ത ഒരു വലിയ നേതാവ് എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ സന്ദർശനം പ്രായോഗികമായും വിജയകരമാക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു നേതാവ് എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ആ ഒരു ക്രെഡിബിലിറ്റി വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലെ നയതന്ത്ര ഇടപെടലുകളുടെയും അതുപോലെ തന്നെ ആഗോള പ്രശ്നങ്ങളിലെ ഇടപെടൽ സാധ്യമാകുന്നതിന്റെയും ഒരു ശക്തിയായി മാറാൻ ഭാരതത്തിന് സാധിക്കുക കൂടി ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു മുന്നേറ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചത്. മാത്രമല്ല പ്രധാനമായും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ലോകത്തെ 3-ാം സാമ്പത്തിക ശക്തിയായി മാറാനുള്ള നീക്കങ്ങൾ ഭാരതം നടത്തുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം അത്തരത്തിൽ പുരോഗമിക്കുന്നു. ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം അനിവാര്യമാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോൾ ഇരു രാജ്യങ്ങളും ഭാരതത്തിന്റെ നിലപാടുകളെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരത്തിലൊരു ഇടപെടൽ, അതായത് സാമ്പത്തികമായി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഭാരതത്തിന്റെ വളർച്ചാ നിരക്ക് വൻതോതിൽ വർദ്ധിക്കുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ രാജ്യം നേടുന്ന ശക്തിയെ, അതുപോലെ രാജ്യം ആർജിക്കുന്ന ശക്തി, ആ രാജ്യം ശക്തി ആർജിക്കുന്നതിൽ വിശ്വസ്തതയുള്ള വലിയൊരു ലോക സമൂഹം, ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും ചേർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ കാര്യക്ഷമമായി നടക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നതും തീർച്ചയായും അതിന്റെ ഭരണപരമായ അജിത് ഡോവലാണ് റഷ്യയിലേക്ക് അടുത്ത ആഴ്ച പോകുന്നത്. നമുക്ക് മുൻപ് ഭാരതത്തിന്റെ സുരക്ഷ അജിത് ഡോവലിന്റെ കൈകളിലാണെന്ന് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വലം കൈയാണ് അജിത് ഡോവൽ. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ സന്ദർശനം അത് ഏത് രീതിയിലായിരിക്കും കൂടുതൽ ഫലവത്താവുക ഈ ഒരു സമാധാന ശ്രമത്തിന്? തീർച്ചയായും അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന് പറയുന്നത് അദ്ദേഹം ഈ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, അതായത് ഈ സീക്രട്ട് സർവീസസിന്റെ ഒരു ഉന്നതനായ പദവിയിൽ ഇരിക്കുകയും അതുപോലെ തന്നെ ആ വിഷയത്തിലേറെ വൈദഗ്ധ്യം സിദ്ധിക്കുകയും ചെയ്ത, അതുപോലെ തന്നെ ശക്തമായ പ്രവർത്തന മണ്ഡലവുമുള്ള എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ തമ്മിലുള്ള വിഷയമേത്, അത് ഏത് രീതിയിൽ പരിഹരിക്കപ്പെടണം, അത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. അതായത് ഈ മിലിറ്ററിയുടെയും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുടെയും ഇടപെടൽ തുടർന്ന് ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ സമാധാനം നിത്യവും പുലരുന്ന ഒരു രീതിയിലുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ പല സ്ഥലങ്ങളിലും ഭാരതത്തിൽ തന്നെ അജിത് ഡോവൽ നടത്തിയിട്ടുണ്ട്. അത് ഭീകരപ്രവർത്തനങ്ങളുടെ അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം, അന്താരാഷ്ട്ര അതിർത്തി സംബന്ധിച്ച വിഷയങ്ങളിലും പാകിസ്ഥാനുമായുള്ള വിഷയങ്ങളിലുമൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികമായും ആ ഒരു അനുഭവ സമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ IPS ഉദ്യോഗസ്ഥനായിരുന്ന മുൻ IPS ഉദ്യോഗസ്ഥനായിരുന്ന അജിത് ഡോവലിനെ ഈ പദവിയിലേക്ക് അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ ആ ഒരു നൈതികമായ വിഷയം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ധാരണകളുടെ വിഷയം എന്നതിനപ്പുറം സീക്രട്ട് സർവീസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതുപോലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, യുദ്ധത്തിന്റെ ദുരന്തമുണ്ടാകുന്ന ആ പശ്ചാത്തലത്തിലെ ഇടപെടൽ എങ്ങനെ സാധ്യമാകണമെന്ന ഒരു ഡിപ്ലോമാറ്റിക് സീക്രട്ട് സർവീസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള നടപടികളുടെ ഭാഗമായാണ് അജിത് ഡോവൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്ത ആഴ്ച റഷ്യ സന്ദർശിക്കും. ഐസൻ ജോസ് ലൈനിലുണ്ടെന്ന് കരുതുന്നു. ഐസൻ, ഈ റഷ്യ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി എന്തിനു റഷ്യ സന്ദർശിച്ചു, ഉക്രൈൻ സന്ദർശിച്ചിട്ടില്ല, സമാധാനം പുനഃസ്ഥാപിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രഹസനമാണ് നടത്തിയതെന്ന് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു കനത്ത തിരിച്ചടി കൂടിയാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഭാരതം പോകുന്നു എന്നുള്ളൊരു വാർത്ത. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് എന്തൊക്കെ പ്രതിഫലനം ഉണ്ടാക്കും? മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ അതിനുശേഷം പിന്നാലെ ഉണ്ടായിരുന്ന യുക്രൈൻ സന്ദർശനം, ഈ ഹസ്തദാനം, അതൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഉക്രൈൻ പ്രസിഡന്റുമായിട്ടുള്ള ഹസ്തദാനം, ആലിംഗനം ഒക്കെ തന്നെ. ഇതിൽ നിന്നെല്ലാം തുടർച്ചയായിട്ട് നമുക്ക് കാണേണ്ടത് ലോകത്തിൻ്റെ നെറുകയിൽ മധ്യസ്ഥ ദൂതനായിട്ട്, സമാധാന ദൂതനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം ഭാരതം മുന്നേറുന്നു എന്നുള്ള കാഴ്ചകൾ തന്നെയല്ലേ?
തീർച്ചയായും ഭാരതത്തിന്റെ ഒരു മുന്നേറ്റം ലോക ഗുരുസ്ഥാനത്തേക്കുള്ള മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് ഭാവിയിലെ, അതായത് യുണൈറ്റഡ് നേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആ ഒരു ദൗർബല്യങ്ങൾ, പല ദൗർബല്യങ്ങളും പുറത്തു വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ യുദ്ധത്തിൽ തന്നെ യുണൈറ്റഡ് നേഷൻസിന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുന്നില്ല എന്നത് ഒരു ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും മാനുഷികമായ ഇടപെടൽ നടത്താനും അതിന് പശ്ചാത്തലം ഒരുക്കാനും എല്ലാം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കൂടി യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് രാജ്യങ്ങളുടെ ക്ലസ്റ്ററുകൾ, അതായത് വിവിധ രാജ്യങ്ങളുടെ സംഘടനകൾ, സമാന സംഘടനകൾ, ചെറു സംഘടനകളുടെ ഒരു പശ്ചാത്തലം ശക്തമായി ഉയർന്നു വരേണ്ടതുണ്ട്. അത് ഗ്ലോബൽ സൗത്ത് കേന്ദ്രീകരിച്ചായിരിക്കണമെന്ന ചില നിരീക്ഷണങ്ങളും ആശയങ്ങളും എല്ലാം തന്നെ അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം തന്നെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചർച്ചാവേദികളിലെല്ലാം തന്നെ ഉയർന്നു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് G20 രാജ്യങ്ങളുടെ G20 രാജ്യങ്ങളുടെ സമ്മേളനം ഉണ്ടാവുകയും ആ G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഭാരതം ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും വലിയൊരു സംഘടനയായി തന്നെ ഈ പ്രസ്ഥാനം മാറുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായത്. ഇത്തരത്തിൽ ക്ലസ്റ്ററുകൾ, അത്തരത്തിലൊരു ക്ലസ്റ്ററാണ് ബ്രിക്സ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം. ഒരു 5 രാജ്യങ്ങൾ ചേർന്ന ഒരു സംഘടന. ഈ 5 രാജ്യങ്ങളുടെ സംഘടനയായ ബ്രിക്സിന്റെ സമ്മേളനം വരാനിരിക്കുന്നു. 1-2 മാസത്തിനകം അത് ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിന് മുന്നോടിയായി റഷ്യ ഉൾപ്പെടെ ഭാഗമായ ഈ രാജ്യത്തെ, റഷ്യയും അതുപോലെ തന്നെ ബ്രസീലും ഇന്ത്യയും ചൈനയും എല്ലാം ഭാഗമായ ഈ സംഘടനയിലെ ഉള്ള ഒരു അംഗം കൂടിയായ റഷ്യയുടെ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് ഭാരതം നിർവഹിക്കുന്നത്. തീർച്ചയായും ഭാവിയിലെ ലോകത്തിന്റെ നായകസ്ഥാനത്ത് വരുന്നത് ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ അമേരിക്ക എന്ന ലോക പോലീസ് എന്ന രീതിയിലുള്ള സംവിധാനങ്ങളിലേക്കല്ല, മറിച്ച് അതൊരു ക്ലസ്റ്റർ ഓഫ് നേഷൻസിലേക്ക് ആയിരിക്കുമെന്ന് വിദഗ്ധരെല്ലാം തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും എല്ലാം തന്നെ ലോകം മുഴുവൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ പഠിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ബ്രിക്സ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. തീർച്ചയായും ആ ഒരു ലക്ഷ്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് അടിയന്തരമായ ഒരു ഇടപെടൽ അടുത്ത ആഴ്ച ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അജിത് ഡോവലിന്റെ സന്ദർശനം നടന്നതിന് ശേഷം തീർച്ചയായും മറ്റ് ഡെലിഗേറ്റ്സുകൾ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി തന്നെയോ റഷ്യയിൽ വീണ്ടും എത്താനോ, അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും ചേർന്ന് ഈ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്താനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാനാവില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധ്യതകളൊന്നും തന്നെ നമ്മൾ തള്ളിക്കളയാൻ കഴിയുന്നില്ല. എന്തായാലും